ഇരുട്ടിന്റെ മറവിൽ ജനങ്ങളെ ഭയപ്പെടുത്തി ജീവിച്ച ഒരു അധസ്ഥിത വിഭാഗം. ജാതി വ്യവസ്ഥയുണ്ടാക്കിയ മുറിവുകളുടെ മേലെ കറുത്ത തുണി വിരിച്ച് മാനായും പോത്തായും കാളയായും എതിരാളികളെ നിഷ്കരുണം വകവരുത്തുന്നവർ. പറഞ്ഞു വരുന്നത് ഒടിയന്മാരെ കുറിച്ചാണ്. മോഹൻലാലിന്റെ സിനിമയായ ഒടിയൻ പുറത്തിറങ്ങിയതോടെയാണ് മായാജാലക്കാരനായ ഒടിയനെ നമ്മളിൽ പലരും പരിചയപ്പെട്ടത്. ഇങ്ങനെ വേഷം മാറി ജനങ്ങളെ പേടിപ്പിക്കുന്നവർ നിങ്ങളുടെ നാട്ടിലുമുണ്ടോ? എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒടിയനെ കുറിച്ചാണ്. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട്, വെളിച്ചമില്ലാത്ത ചെറിയ വഴികളും കണ്ണെത്താ ദൂരത്തോളം പരന്നു കൊടുക്കുന്ന വയലും ഇടയ്ക്കിടെ തല ഉയർത്തിപ്പിടിച്ച പനകളുമുള്ള കേരളത്തിന്റെ വള്ളുവനാട് ഗ്രാമം. ഇരുട്ടിന്റെ മറ പിടിച്ച് മോഷണവും പിടിച്ചുപറിയും നടക്കുന്ന കാലമാണ്. അങ്ങനെ ഒരു ദിവസം മോഷണത്തിൽ വിജയിച്ച ഒരു കള്ളൻ കള്ളുഷാപ്പിൽ കയറി വയറ് നിറയെ കള്ളു കുടിച്ച് പാട്ടും പാടി ഒരു വഴിയിലൂടെ നടന്നു. കള്ളു കുടിച്ച് ബോധക്കേടായതുകൊണ്ടാണോ ഇനി വല്ലതും മോഷ്ടിക്കാനാണോ എന്നറിയില്ല, ആ കള്ളൻ എന്തായാലും പനയുടെ മുകളിലേക്ക് വലിഞ്ഞങ്ങ് കയറി. ആകാശം തൊട്ട ആ പനയുടെ മുകളിൽ ഇരിക്കുമ്പോഴാണ് ആ കള്ളൻ അത് കാണുന്നത്. താഴെ ഒരു പാറ മുകളിലിരുന്ന് ഒരു മനുഷ്യൻ എന്തോ ചെയ്യുന്നു. പിന്നെയും അയാൾ സൂക്ഷിച്ചു നോക്കി. കാര്യം മനസ്സിലായി. അയാൾ എന്തോ തൈലം പുരട്ടുകയാണ്. അതിനുശേഷം എന്തോ മന്ത്രം ചൊല്ലുന്നു. പെട്ടെന്ന് ആ വലിയ പുരുഷ ശരീരം കറുത്ത പോത്തായി മാറി. ഇത് കണ്ട കള്ളൻ അന്തം വിട്ടു നിൽക്കുന്നു. സ്വബോധമില്ലാത്തത് കൊണ്ടാകാം അയാൾ ആ പനയിൽ നിന്നിറങ്ങി ആ പാറയിലേക്ക് എത്തി. അവിടെ ബാക്കി വന്ന തൈലം പുരട്ടിയ ശേഷം നേരത്തെ അയാൾ ഉരുവിട്ട മന്ത്രങ്ങൾ ഓർത്തുരുവിടുന്നു. പെട്ടെന്ന് അയാൾ വലിയ പോത്തായി മാറുന്നു. തൻ്റെ രൂപം മാറിയതോടെ അയാൾ പേടിച്ചു. പിന്നീട് ആ ഒടിയനെ തേടിയുള്ള യാത്രയായി. ഒടുവിൽ കള്ളൻ ഒടിയനെ കണ്ടെത്തി. അങ്ങനെ ഇരു പോത്തുകളും ഒടിയന്റെ വീടിന് മുന്നിലെത്തി. ഇരുട്ടിൽ രണ്ട് പോത്തുകളെ കണ്ട് ഒടിയന്റെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവ് ആരാണെന്ന് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. ഒടുവിൽ ഒടിയന്റെ ഭാര്യ ചൂടുവെള്ളം കൊണ്ടുവന്ന് ഇവർക്ക് മേലെ എറിഞ്ഞത്രേ. പെട്ടെന്ന് കള്ളന് തന്റെ ശരീരം തിരിച്ചു കിട്ടിയെന്നും അയാൾ എങ്ങോട്ടോ ആ ഇരുട്ടിലേക്ക് ഓടിപ്പോയെന്നുമാണ് കഥ. പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഇരുളിന്റെ മറവിൽ ഒടിവിദ്യ പ്രയോഗിച്ച് ആളുകളെ അപായപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നവരെയാണ് ഒടിയൻ എന്ന് വിളിച്ചിരുന്നത്. ഒടിവിദ്യ സ്വായത്തമാക്കിയ ഏതു സമുദായത്തിൽപ്പെട്ടവർക്കും ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിലും സർവ്വസാധാരണമായി പാണൻ പറയ സമുദായത്തിൽപ്പെട്ടവരാണ് ഇത് ചെയ്തു പോന്നത്. ഒടിയന്റെ അസ്തിത്വം തിരിഞ്ഞുപോയാൽ ശാസ്ത്രീയമായ തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. അതേസമയം നാടോടി കഥകളും അന്ധവിശ്വാസങ്ങളും ഇരുട്ടും നിറം നൽകിയ രൂപമാണ് ഒടിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. മറുത, മാടൻ, യക്ഷി എന്നിവരൊക്കെ നാടുവാണ കാലത്താണ് മനുഷ്യകുലത്തിൽ പിറന്ന ഒരുവൻ ഭീതി വിധിച്ച് ആ വീതികളിലേക്ക് കടന്നു വന്നത്. ഒടിയന്റെ ഉത്ഭവത്തെക്കുറിച്ച് മറ്റൊരു കഥയും നിലനിൽക്കുന്നുണ്ട്. ജന്മി കുടിയാൻ ബന്ധം നിലനിൽക്കുന്ന കാലമാണ്. ജന്മിമാർ കുടിയാന്മാരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി. അവർ അപമാനങ്ങളും പീഡനങ്ങളും നിശബ്ദമായി സഹിച്ചുകൊണ്ടേയിരുന്നു. ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ ഉറച്ച ഒരു പാണൻ മണ്ണ് കുഴച്ച് പാകപ്പെടുത്തി ഒരു ബിംബത്തെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തത്രേ. കരിങ്കുട്ടി എന്നാണ് ഈ ബിംബത്തിന്റെ പേര്. കരിങ്കുട്ടി എന്ന ബിംബം പാണന്റെ ഉപാസനയിൽ പ്രസാദിച്ച് പ്രത്യക്ഷപ്പെട്ടു. തന്റെ ജാതിക്കാരെ ദ്രോഹിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി തരാൻ പാണൻ മൂർത്തിയോട് അപേക്ഷിച്ചു. എന്നാൽ അങ്ങനെ ഒരു വരം കൊടുക്കാൻ കരിങ്കുട്ടിക്ക് കഴിഞ്ഞില്ല. പരിഹാരം എന്ന നിലയിൽ അത്തരമൊരു ശക്തി ലഭിക്കാനുള്ള മരുന്ന് കരിങ്കുട്ടി പാണന് പറഞ്ഞു കൊടുത്തു. തങ്ങളെ ദ്രോഹിക്കുന്നവന് മുന്നിൽ ആഗ്രഹിക്കുന്ന ജീവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ നശിപ്പിക്കാൻ പറ്റുന്നതായിരുന്നു ആ മരുന്ന്. ഗർഭിണിയായ ഒരു അന്തർജനത്തെ അതിന് ആവശ്യമായിരുന്നു. അങ്ങനെ ഒടിയൻ ഒരു ഗർഭിണിയായ അന്തർജനത്തെ കണ്ടെത്തി. രാത്രിയായപ്പോൾ ആരും കാണാതെ അവരെ കടത്തിക്കൊണ്ടുപോന്നു. ഒടുവിൽ അവരുടെ വയർ കീറി ആ ഭ്രൂണത്തെ എടുത്ത് അതുപയോഗിച്ച് മരുന്ന് നിർമ്മിച്ചു. അങ്ങനെയാണ് അയാൾക്ക് ഒടിവിദ്യ ലഭിച്ചത്. ജന്മിമാരുടെ ചൂഷണത്തിനിരയാകുന്ന കുടിയാന്മാർക്ക് രക്ഷകനായി ഒടിയൻ മാറി. കാലം പിന്നെയും എത്രയോ കടന്നുപോയി. ഒടിവിദ്യയിലും മാറ്റം വന്നു. ഒടിയന്മാർക്ക് ആരെയും എന്തും ചെയ്യാമെന്ന സ്ഥിതിയായി. ഒടുവിൽ അവരെ പൊതുശല്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. പാടത്തു കൂടിയോ ഇടവഴിയിലൂടെയോ ഒറ്റയ്ക്ക് നടക്കുന്നവരെ മാത്രമേ സാധാരണയായി ഒടിയൻ ആക്രമിക്കാറുണ്ടായിരുന്നു. ചൂട് കൊണ്ടാൽ പിന്നെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരാതെ ഒടിയന് മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ അന്ന് ചൂട്ടോ മറ്റു കാര്യങ്ങളോ കയ്യിൽ കരുതാറുണ്ടായിരുന്നു. മൃഗങ്ങളുടെ കൊമ്പ്, തോൽ എന്നിവ ഉപയോഗിച്ച് വേഷപ്രച്ഛന്നനായി എതിരാളികളെ ഭയപ്പെടുത്തുകയും ഒളിച്ചിരുന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഗുണ്ടായിസത്തിന് ദിവ്യത്വം വരുത്താനുണ്ടാക്കിയ കഥകളായിരിക്കാം ഇതെന്നാണ് ചിലരുടെ അഭിപ്രായം. പീഡനം അനുഭവിച്ച ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പായിരുന്നു ഒടിവിദ്യ. എന്നാൽ കാലക്രമേണ അതിന്റെ ലക്ഷ്യങ്ങളും മാറി വന്നു. ഏതൊരാളെയും പേടിപ്പിക്കുകയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്ന ആധുനിക കൊട്ടേഷൻ ഗുണ്ടകളുടെ പഴയ രൂപമാണ് ഒടിവിദ്യ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേസമയം ഒടിയനെ സംബന്ധിച്ച് മറ്റൊരു കഥ കൂടി നിലനിൽക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്ത് പള്ളിത്തൊടി എന്ന സ്ഥലമാണ് പ്രശസ്ത നാടുവാഴി പ്രഭു തറവാടായ കവളപ്പാറ സ്വരൂപത്തിന്റെ കേന്ദ്രം. ഇവരുടെ കീഴിൽ 96 ദേശങ്ങളാണുള്ളത്. കൂടാതെ അക്കാലത്തെ നെടുങ്ങനാട്, വള്ളുവനാട് എന്നറിയപ്പെടുന്ന പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലാ ഭാഗങ്ങൾ ഇവർക്ക് ധാരാളം കൃഷിഭൂമിയും ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ പാട്ടത്തിൽ നൽകിയതായിരുന്നു. പഴയ ദാരിദ്ര്യകാലത്ത് കൃഷിഭൂമികളിൽ വിളമോഷണം പതിവാണ്. ഇതിനെ നേരിടാൻ ഒടിയൻ വിദ്യ തന്ത്രപരമായി ഭൂവുടമകൾ നടപ്പിലാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. അംഗപരിമിതിയുള്ള നാട്ടുമൃഗങ്ങളുടെ രൂപം കൊണ്ട് രാത്രികാലങ്ങളിൽ ആളുകളെ ആക്രമിക്കുന്ന രീതിയാണ് ഈ ഒടിവിദ്യ. ചില പ്രത്യേക സമുദായക്കാർ മാത്രമാണ് ഒടിയനായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. കഴുത്തൊടിച്ച് കൊല്ലുന്നതിനാൽ ഒടി എന്ന വാക്ക് വന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പുരോഗമന വഴിയിൽ കൃഷിഭൂമി അന്യമായി. വൈദ്യുതി വെളിച്ചം ഗ്രാമങ്ങളിലൊക്കെ എത്തി.
ദാരിദ്ര്യസ്ഥിതി മാറിയപ്പോൾ ഒടിയനും ഒടിവിദ്യയും ഭൂതകാല മിത്തുകൾ മാത്രമായി.